നമ്മൾ ഭയങ്കര പോപ്പുലർ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നടന്ന പരിപാടികളൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായോ സ്കിറ്റൊക്കെ? മറ്റേ ഇവർക്ക് നമ്മൾ പൈസയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, ഇവർ നാച്ചുറലി പറയണേ. അപ്പോൾ സിബി, നമ്മൾ ഇനി അവരാ നെക്സ്റ്റ് ബാൻഡിൻ്റെ സെറ്റപ്പ് ഒക്കെ ചെയ്യണ സമയം കൊണ്ട് നമുക്കൊരു ക്വിസ് പരിപാടി തുടങ്ങാം. എല്ലാവരും റെഡിയാണോ ചോദ്യങ്ങൾക്ക്? ആദ്യം കുറച്ച് സീരിയസ് ചോദ്യം ആയാലോ? റെഡിയാണോ? ഓണം തീംഡ് ക്വിസ് ആയിരിക്കും ആദ്യം. ഓക്കെ, റെഡി ഫോർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? എനിവൺ? മഹാബലിയുടെ യഥാർത്ഥ പേര്? നോ. നോ. എനി ഗസ്സസ്? കം ഓൺ, പറയൂ. നോ. നോ. കം ഓൺ ഗൈസ്. മാവേലി 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 എന്ന് എല്ലാരും പറയണ്ട, ആളുടെ യഥാർത്ഥ പേരായിരിക്കും. അവിടെ ഒരു കൊച്ചു കൈ ഞാൻ കണ്ടു. എന്താ മോളെ? ബാഹുബലി അല്ല. ആൻസർ കൊള്ളായിരുന്നു. My father said it is ബാഹുബലി. Anyone? ആർക്കും അറിയത്തില്ലേ? എന്തോ ചെയ്യണം നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കാം, വേറെ എന്ത് ചെയ്യാനാ? ഇന്ദ്രസേനൻ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? മാവേലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ. കണ്ടോ GK ഇൻക്രീസ് ആവണത്? നമ്മുടെ ജനറൽ നോളജ് ഇന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പോയിന്റ് കൂടുതലായിക്കൊള്ളും. ഡോണ്ട് വറി. അതെ. അപ്പോൾ അടുത്ത ചോദ്യം, മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എനി ഗസ്സസ്? പ്ലീസ് ഫോൺ ഉപയോഗിക്കരുത്. നമ്മൾ എയോട് ചോദിക്കരുത് കേട്ടോ, ഫോൺ കാണരുത്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്, അവിടെ കാണാം ആരെങ്കിലും ഫോൺ ഓൺ ചെയ്താ. അല്ലടാ, നോട്ട് മോസ്റ്റ് പവർഫുൾ. What did he do? No guesses? Any guess? Somebody said something. Do you want to say it loud? Big sacrifice. വലിയ ത്യാഗം. അതാണ് മഹാബലിയുടെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വൺ. എനിക്ക് തോന്നുന്നു ഇതെല്ലാവർക്കും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും. തിരുവോണത്തിൻ്റെ തലേ ദിവസം ഏത് നാളാണ്? തിരുവോണത്തിൻ്റെ തലേ ദിവസം ഏത് നാളാണ്? വെൽ ഡൺ, എല്ലാവർക്കും കിട്ടി. അപ്പൊ നമ്മുടെ ജനറൽ നോളജ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? അതെ, നല്ലതായിപ്പോയി. ഇനി അടുത്ത ചോദ്യത്തിൽ എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല, കാരണം മഹാബലിയുടെ പേര് തന്നെ അറിയില്ല. അപ്പൊ മഹാബലിയുടെ മകന്റെ പേരെന്താണ്? കമോൺ, ആരെങ്കിലും പറയൂ. ബാഹുബലി. ബാഹുബലി പറയരുതിനി. കട്ടപ്പയല്ല, ബാണാസുരൻ. കേട്ടിട്ടുണ്ടോ? പിന്നെ നമ്മൾ ദിവസം വീട്ടിൽ ഉപയോഗിക്കുന്ന പേരല്ലേ. ഇനിയും, കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന ഏക സംസ്ഥാനം ഏതാണ്? എനി ഗസ്സസ്? ഏതാ പറയേ? നോ. ആരോ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഇവിടെ. കേരളം കൂടാതെ ഓണത്തിന് അവധി തരുന്ന ഏതാണ് വേറൊരു സംസ്ഥാനം? another state. What was that? ചിറപ്പുഞ്ചിയോ? അവിടെ ഒരു കൊച്ചു കൈ പൊങ്ങിയത് ഞാൻ കണ്ടു. ഉറക്ക പറമനെ. ദുബായോ? ദുബായ് സിറ്റിയാണ്. എപ്പോഴാണ് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആയത് ദുബായ്? ഇത് GK ഒരുപാട് ഇംപ്രൂവ് ആയതിന്റെ കുഴപ്പമാ തോന്നുന്നു. ലക്ഷദ്വീപോ? അല്ല. നോ. നോ. ഉത്തരം പറഞ്ഞാലോ? പറഞ്ഞോ. മിസോറാം. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് മിസോറാം. എന്താണ് ഇപ്പൊ കൈ പൊന്തിച്ചിട്ട് കാര്യമില്ല, പറഞ്ഞു കഴിഞ്ഞു. വയ്യോ? അതിനൊരു കൃത്യമായിട്ട് ഉത്തരം ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ വിക്കിപീഡിയയിൽ വായിച്ചതിൽ നമ്മളൊക്കെ മലയാളികൾക്കൊക്കെ ഒരു നാഗാലാൻഡ് കണക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് എവിടെയോ വായിച്ചിട്ടുണ്ട്. ഓക്കെ. അത്തം ദിവസം പൂക്കളത്തിന് ഇടുന്ന നിറമേത്? അത്തം ദിവസം
പൂക്കളത്തിനിടുന്ന നിറം ഏത്? യെസ്, നന്ദു കറക്റ്റ് ആക്കി പറഞ്ഞു. വൈറ്റ്. വെൽ ഡൺ. എല്ലാരും കേട്ടോ? ഉത്തരം കേട്ടോ? പൊന്തിക്കണം കേട്ടോ അടുത്ത പ്രാവശ്യം. ഉത്തരം കേട്ടോ? വെള്ള, വൈറ്റ്. അപ്പം ഇത്രയും നേരം സീരിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം അത് കേട്ട് മടുത്ത് കാണുമല്ലോ. അപ്പം കുറച്ച് ഫണ്ണായാലോ? റെഡി? റെഡി? ഓക്കെ. സ്വന്തമായി കസേരയുള്ള ഒരു മാൻ. നീ എന്തിനാ കൈ കിട്ടി, പൊന്തിച്ച് കിട്ടി. ഇങ്ങനെ വെച്ചു? അവിടെ കിട്ടിയോ? പറഞ്ഞു ആരോ? എവിടെ? ആര്? ഉറക്കെ പറ. ചെയർമാൻ. കറക്റ്റ്. അടുത്ത ചോദ്യം. തലയുള്ളപ്പോൾ ഉയരം കുറയും, തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതലുള്ളത് ഏതിനാണ്? നീ മലയാളം അതിരുമ ജോയിൻ ചെയ്യണം. യെസ്, വീട്ടിൽ ചെല്ലുമ്പോ പറയുക Online മലയാളം എനിക്ക് ജോയിൻ ചെയ്യണം. ഒന്നുകൂടെ പറയണോ ചോദ്യം? തലയുള്ളപ്പോൾ ഉയരം കുറവും തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതലും ഉള്ളത് എന്തിനാണ്? എനി ഗസ്? നോ 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 സോറി, നോ. ദയനീയമായി തോറ്റു. എനി ഗസ്സസ്? പറയ, ആർക്കും അറിയില്ല, പറഞ്ഞോ. തലയണ. പില്ലോ. 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 യെസ്. ഇതെന്ത് ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ എന്ത് ക്ലാപ്പ് ചെയ്യണത്? നിങ്ങൾ ഭയങ്കര ചീറ്റിംഗ് ആണ് കേട്ടോ. കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കണം. അതെ, മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ശരി. വെളുക്കും തോറും വൃത്തികേടാകുന്നത് ഏതാണ്? വെളുക്കും തോറും വൃത്തികേടാവുന്നത് ഏതാണ്? നൗ ഐ ആം വാച്ചിങ് യു. നോക്കട്ടെ. ബബൂണോ? ബ്ലാക്ക് ബോർഡോ? അല്ല, അല്ല നന്ദു, അല്ല, സോറി. വെളുക്കും തോറും, കമോൺ. ആരോ പറഞ്ഞു. ദാണ്ട് അവിടെ പറഞ്ഞു. പറഞ്ഞു, കറക്റ്റാ. ആരാ പറഞ്ഞത്? ആരോ പറഞ്ഞു. ആരാണ്? കമോൺ പറയൂ. ഒരു ചെറിയ കൈ. ബ്ലാക്ക് ബോർഡോ? അല്ല. അല്ല, പറഞ്ഞ തലമുടി. തലമുടി. ഓക്കെ, യെസ്. ഓക്കെ, തലമുടി. അടുത്തത്. സ്ത്രീകൾ റെഡിയാണോ? സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഭരണം. പറഞ്ഞു. ആഭരണം. വെൽ ഡൺ. അതെന്തായാലും കറക്റ്റ് ആക്കല്ലോ. കാണുമ്പോൾ നിറമില്ലാത്തതും എന്നാൽ പറയുമ്പോൾ നിറമുള്ളതുമായ ഒരു സാധനം. കാണുമ്പോൾ നിറമില്ലാത്തതും പറയുമ്പോൾ നിറമുള്ളതും ആവുന്ന ഒരു സാധനം. അതിന്റെ പേരെന്താ? വെറും വെള്ളം. വെറും വെള്ളമല്ല, പച്ചവെള്ളം. പച്ചവെള്ളം. വെൽ ഡൺ. അടുത്തത്. ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചു പറയുന്ന നഗരത്തിന്റെ പേര്. വെൽ ഡൺ. എല്ലാരും ജിക്കെ കൂടി. ഓക്കെ, ഇനി അടുത്തതൊരു ഡിഫറെൻ്റ് ആണേ. ഇപ്പം ഓക്കെ, ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മളെല്ലാവരും നാട്ടിൽ നിന്ന് പല പല സ്ഥലങ്ങളിൽ നിന്നാണല്ലോ. അപ്പം നമ്മളുടെ ഒരു ഡൈവേഴ്സിറ്റി സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു ചെറിയ ഫണ്ണി ക്വിസ്, 2-3 കാര്യം ചോദിക്കാം. ഇത് നമ്മുടെ നാട്ടിലെ കുറച്ച് സ്ഥലങ്ങളുടെ പേരാണേ. ഫസ്റ്റ് വൺ, പൊട്ടറ്റോ മൗത്ത്. നാട്ടിലെ കുറച്ച് സ്ഥലങ്ങളുടെ പേരാണ്. പൊട്ടറ്റോ മൗത്ത്. എനി ഗസ്സസ്? വെൽ ഡൺ. നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഒന്ന് ഓഫ് ചെയ്ത് വെക്കണ്ടോ? അപ്പം ഒന്നുകൂടെ, അതുകൊണ്ട് നമ്മളുടെ ഈ ഫണ്ണി പരിപാടി തീരുകയാണ്. ഞങ്ങൾ പല ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തതാണ്. രാധിക നമ്മളെ കണ്ണിട്ട് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടച്ച് റിവർ.
ഏതാ? ആ, രജിത അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഗൂഗിൾ നോക്കി കറക്റ്റ് പറയണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. AI ഹെൽപ്പ് ഉണ്ടോന്ന് വലിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇനിയും അടുത്തത് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് തുടങ്ങിയാലോ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്കിറ്റിൽ ഒരാൾ സൂപ്പർ ഹീറോ സ്കൂളിലേക്ക് പോയതായിട്ട് നമ്മൾ കണ്ടു അല്ലേ? അതെ. പക്ഷെ എന്താണാവോ ഈ സൂപ്പർ ഹീറോ സ്കൂള്? ഞാൻ കേട്ടത് ഐ ഹേർഡ് സ്കൂൾ ഈസ് ഓഫറിംഗ് സം സൂപ്പർ ഹീറോ ട്രെയിനിങ്. സൂപ്പർ ഹീറോ ട്രെയിനിങ്ങോ? അങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ടോ? ആരാണ് ഇങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത് ഇവരെ സൂപ്പർ ഹീറോസ് ആയിട്ട്? Yeah, so let's start the skit too soon. പക്ഷേ one thing for sure, സൂപ്പർ ഹീറോസിനെ ട്രെയിൻ ചെയ്യാൻ മല്ലു അല്ലാതെ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല, പറ്റില്ല. So let's go ahead and see what's happening at their school.